ஐயா வணக்கம். തമിഴക വെട്രി കഴകം വിജയ് അവസാനം മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, വിജയ് അവസാനം മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ്. ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത കിഴങ്ങന്മാരായിട്ടുള്ള ജനങ്ങളാണ് ഇതുപോലുള്ള മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത്. അയ്യോ, ഇത് ഞാൻ പറഞ്ഞതല്ല, വിജയുടെ കൂടെ അഭിനയിച്ച് നടക്കുന്ന പ്രകാശ് രാജ് എന്ന് പറഞ്ഞ കിഴങ്ങൻ പറഞ്ഞതാണ്. പ്രകാശ് രാജ് പറയുന്നത് ഒരു രാഷ്ട്രീയ ബോധവുമില്ലാത്ത, രാഷ്ട്രീയ പക്വത എന്താണെന്ന് പോലും അറിയാത്ത ഒരു കൂട്ടം ആൾക്കാരാൽ നയിക്കപ്പെടുന്ന ഒരു സർക്കാരാണ് ഇനി വരാൻ പോകുന്നത്. ജസ്റ്റ് ആസ്കിങ് എന്ന് പറഞ്ഞ ഹാഷ്ടാഗോട് കൂടിയാണ് പ്രകാശ് രാജ് ഇക്കാര്യം ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലായി, വിജയുടെ സ്റ്റാർ പവർ എന്ന് പറഞ്ഞത് അൺഡിനയബിളാണ്, അൺഡിഫീറ്റബിളാണ്. ഞാൻ നേരത്തെ വിജയ് ഇഷ്ടംപോലെ കുറ്റം പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. വിജയ് കാണിക്കുന്നതിന് ഞാൻ മാത്രമല്ല എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന വ്യക്തി തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ ആകാനായിട്ട് പോവുകയാണ്. പക്ഷേ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാം. അതായത് കഴിഞ്ഞ ദിവസം കുരുവി സുമേഷിനോട് ചോദിച്ചപ്പോൾ പോലും, അതായത് വിജയുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം പോലും കുരുവി സുമേഷിനോട് ചോദിച്ചപ്പോൾ യവന്മാർ പറഞ്ഞത് വിജയ് CM ഒന്നും ആവില്ല, ഒരു 10, 20, 25 സീറ്റുകൾ പിടിക്കുമായിരിക്കും, ഒരു 30 സീറ്റ് പിടിക്കുമായിരിക്കും, 40 സീറ്റ് പിടിക്കുമായിരിക്കും. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരുപാട് കുരുവികളുണ്ട്. ഈ കുരുവികളോടും എല്ലാം ചോദിച്ചപ്പോൾ യവന്മാർക്കൊന്നും ഒരു കോൺഫിഡൻസ് ഇല്ല. യവന്മാരെല്ലാം പറയുന്നത് പിടിക്കുമായിരിക്കും, പക്ഷേ CM ഒന്നും ആവില്ല എന്നുള്ളതാണ് ഇവർ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. അവർക്ക് പോലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഈ റിസൾട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മുടെ അരം പ്ലസ് അരം കിന്നരം സിനിമയിൽ ജഗതി ഇങ്ങനെ കടക്കാരനെ പേടിച്ചിങ്ങനെ കമന്ന് കിടക്കുമല്ലോ. അപ്പോൾ നമ്മുടെ മോഹൻലാൽ ഒരു 1,00,000 രൂപ കൊണ്ടുവന്ന് ജഗതിയുടെ മുന്നിൽ വയ്ക്കുമ്പോൾ പളനിമല ആണ്ടവാ എന്ന് പറഞ്ഞ് ജഗതി ചാടി ഇറങ്ങുന്നത് പോലെ വിജയുടെ വെർച്വൽ വാരിയേഴ്സ് എല്ലാം കൂടെ ചാടി ഇറങ്ങുന്നു. അതിഭീകരമായിട്ടുള്ള പ്രചാരണം ഉണ്ടാകുന്നു. വിജയ് ഇതാ ചീഫ് മിനിസ്റ്ററായി, കണ്ടോടാം, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അതിഭീകരമായിട്ടുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് അറിയാമോ? നമ്മുടെ സ്റ്റാലിൻ ലവൻ തോറ്റത് ബാബു എന്ന് പറയുന്ന വിജയുടെ TVK സ്ഥാനാർത്ഥിയുടെ കൂടെയാണ് എന്നുള്ളതാണ്. അവസാനം കണ്ണീരോടുകൂടി സ്റ്റാലിൻ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. ലിറ്ററലി ലവൻ കരഞ്ഞുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. ഇതിൽ സ്റ്റാലിൻ തോറ്റു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ ഒരു അതിഭീകരമായിട്ടുള്ളൊരു ഹിന്ദു വിരുദ്ധ സർക്കാർ ഇതുവരെ തമിഴ്നാട്ടിൽ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതായത് ശ്രീരാമനെ അധിക്ഷേപിക്കുക, സീതാദേവിയെ വളരെ വലിയ രീതിയിൽ, അത് പറയാൻ പോലും കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പകച്ചു പോയത്, വളരെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുക, തിരുപ്പുറം കുണ്ട്രം എന്ന് പറയുന്ന മുരുകൻ്റെ 6 പടை വീടുകളിലായിട്ടുള്ള ഒന്നിൽ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടത്താനായിട്ട് കളമൊരുക്കി കൊടുക്കുക. സുപ്രീം കോടതി പോലും അവിടെ കാർത്തിക ദീപം തെളിയിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഈ വേട്ടാവളിയും സമ്മതിക്കാതിരിക്കുക. പിന്നെ അവൻ്റെ ഒരു മോനുണ്ട് കിഴങ്ങൻ, അവൻ്റെ പേരാണ് ഉദയനിധി സ്റ്റാലിൻ. അവനാണെങ്കിൽ നമ്മൾ ഡെങ്കി, മലേറിയ എന്ന് പറയുന്ന അസുഖങ്ങളെ അതിനോട് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനോട് എതിർക്കുകയാണോ ചെയ്യുന്നത്? അല്ല, പോരാടി അതിനെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ സമൂഹത്തിലെ ഹിന്ദുക്കളെ, അതായത് സനാതനത്തെ ഒഴിച്ചു കളയണം എന്ന് പച്ചയ്ക്ക് പറഞ്ഞ ഒരുത്തനാണ് ഇവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ ഈ ഒരു പ്രസ്താവനയൊക്കെ കൊണ്ട് മഹാരാഷ്ട്രയിൽ ഒരുപാട് ഗുണമൊക്കെ ഉണ്ടായി. മഹാരാഷ്ട്രയിൽ അതിഗംഭീരമായിട്ട് ജയിച്ചു വന്നു ഒരുപാട് പേര്. ഇന്ത്യ അലയൻസിന് അവിടെ വലിയൊരു അടി കിട്ടി. സമാനമായിട്ടുള്ള രീതിയിൽ ഇവന്മാരെല്ലാം കൂട്ടത്തോടുകൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതിന് വിജയ് വലിയൊരു ആയിട്ടുണ്ടെങ്കിൽ ആ വിജയ്ക്ക് ഒരു സല്യൂട്ട് കൊടുക്കാതെ യാതൊരു നിവൃത്തിയില്ല. നമ്പർ 1. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിജയ് എന്ന് പറയുന്ന നടൻ ഇപ്പോൾ അവിടെ 107 സീറ്റുണ്ട്. TVK, തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന പാർട്ടിക്ക്. ഈ തമിഴക വെട്രി കഴകം എന്ന് പറഞ്ഞ പാർട്ടിയെക്കുറിച്ച് ഒരു പ്രഡിക്ഷനും നടത്താൻ ആർക്കും പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ആദ്യമായിട്ട് മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ്. 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ട്. ആ 2 വർഷം ആയി രൂപീകരിക്കപ്പെട്ട പാർട്ടി ഭരണത്തിലേറുക എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവമാണ്. പക്ഷേ ഇതിനു മുമ്പും അങ്ങനെ പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഭരണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വിജയ് അണ്ണൻ്റെ ഫാൻസ് പ്ലീസ് നോട്ടെ. അണ്ണൻ മാത്രമല്ല, അണ്ണന് മുമ്പ് ഒരുപാട് പേര് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. 1983 ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് നടൻ NT രാമറാവു അവിടെ വൻ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അസം ഗണപരിഷത്ത് ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത് 1983. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പാർട്ടികളൊക്കെ ഭരണം പിടിച്ചിട്ടുമുണ്ട്. NTR ഒക്കെ അവിടെ ഇങ്ങനെ തന്നെയാണ് ഭരണം പിടിച്ചു വന്നത്. NTR എന്ന് പറഞ്ഞാൽ തരംഗമാണ്. ഒരുപക്ഷെ വിജയക്കാട്ടിലും വലിയൊരു തരംഗം അന്ന് NTR ഉണ്ടാക്കാൻ, കാരണം അന്ന് ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ തരംഗം ഉണ്ടാക്കണമെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടണം. അങ്ങനെ വലിയ തരംഗമൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അണ്ണൻ പാർട്ടി രൂപീകരിച്ച് അണ്ണൻ ഇങ്ങനെ വന്നു. അണ്ണൻ ഇപ്പോൾ ചീഫ് മിനിസ്റ്ററായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചീഫ് മിനിസ്റ്റർ പോസ്റ്റിലേക്ക് അണ്ണൻ എത്തും. ഇപ്പോൾ 107 സീറ്റ് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ 107 സീറ്റിൽ അണ്ണൻ നിൽക്കുമ്പോൾ അണ്ണൻ ഇനി 118 സീറ്റ് വേണം. അതിന് കുറച്ച് സീറ്റുകൾ കൂടെ വേണം. ആ കുറച്ച് സീറ്റുകൾ നമ്മൾ ഇവിടെ നിന്ന് പിടിക്കും എന്നുള്ളതാണ് അണ്ണൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. CPM
CPM ഇപ്പോൾ ഞങ്ങൾ വന്ന് ഞങ്ങൾ കൂടെ ചേർന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ അപ്പുറത്തുനിന്ന് കണ്ണുരുട്ടുന്നുണ്ട്, കൂടെ നിന്ന് കോൺക്രീറ്റ് ഇടല്ലടാ, ഒരു കഷ്ടത വരുമ്പോൾ കൂടെ നില്ലടേ എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. കാരണം നിനക്കൊക്കെ ഇവിടെ 2 സീറ്റ് ചുരണ്ടി തിന്നാൻ തന്നാൽ ഞാനല്ലടാ എന്നുള്ള രീതിയിൽ സ്റ്റാലിൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിനെ വിട്ട് വരാനും വയ്യ, പോയിച്ച് അങ്ങനത്തെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. കോൺഗ്രസ് അവർ പിന്നെ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വിളിച്ചിട്ട് അണ്ണനെ കൺഗ്രാജുലേറ്റ് ചെയ്തു, പോരാട്ടത്തിൽ പങ്കുചേരൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ചേരാം, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഈ ട്വീറ്റ് രാഹുൽ ഗാന്ധിയുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ രാഹുൽ ഗാന്ധി പിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത് മുസ്ലിം ലീഗാണ്. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് ചേർന്ന് കഴിഞ്ഞാൽ ആ പേരും പറഞ്ഞ് മുസ്ലിം ലീഗിനൂടെ വിജയുടെ പാർട്ടിയിൽ ചേരാം. പക്ഷേ സ്റ്റാലിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ മുസ്ലിം ലീഗിലെ പാർട്ടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റാലിനെ വെറുപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താകും? കാരണം ഇതൊരു പുതിയ പാർട്ടിയാണ്, അഡ്മിനിസ്ട്രേഷനിൽ ഇനി കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് വന്ന് ഭരിച്ച് എങ്ങനെയാണെന്നൊക്കെ അറിയണം. അതുകൊണ്ട് തന്നെ സ്റ്റാലിനെ വെറുപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താകും ഒരു അവസ്ഥ എന്നുള്ളൊരു ഭയം ആ പാർട്ടിക്കുണ്ട്. അതുമല്ല, പിന്നെയുള്ള കക്ഷി എന്ന് പറയുന്നത് പട്ടാണി മക്കൾ കക്ഷിയാണ്. ഈ പട്ടാണി മക്കൾ കക്ഷി വിജയുടെ കൂടെ ചേരാം, ചേരില്ലേ, ചേരണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. NDAയുടെ കൂടെയാണ് അവരിപ്പോൾ ഉള്ളത്. വേണമെങ്കിൽ വിജയുടെ കൂടെ പോയി ചേരാം. പിന്നെ NDAയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അവന്മാർക്ക് ദളിത് വിരുദ്ധരാണ് എന്നൊരു ലേബലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നമ്മളെ കൂടെ എടുത്താൽ എങ്ങനെയായിരിക്കും എന്നുള്ള അതിഭീകരമായിട്ടുള്ളൊരു തോട്ട് ഇവർക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ വിജയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് AIADMKയിൽ നിന്ന് അവിടെ ഒരുപാട് MLA-മാരുണ്ടല്ലോ, ഒരുപാട് പേര് കിടപ്പുണ്ട്. എനിക്കൊന്ന് 50-54 സീറ്റുകൾ പിടിച്ചിട്ടുണ്ട്. എവനെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അടർത്തി കൊണ്ടുവന്ന് പാർട്ടിയിൽ നിർത്തിയിട്ട് മന്ത്രിസഭ രൂപീകരിച്ച് ചീഫ് മിനിസ്റ്റർ ആവുക എന്നുള്ളതാണ്. എന്തായാലും അണ്ണൻ ചീഫ് മിനിസ്റ്റർ ആകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വിജയുടെ മുമ്പിലുള്ള രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ജനാധിപത്യപരമായിട്ട് ഒരു 15 ദിവസം സർക്കാർ രൂപീകരിച്ചാൽ വിജയ്ക്ക് ചീഫ് മിനിസ്റ്ററായിട്ട് ഭരിക്കാനായിട്ട് സാധിക്കും. ആ 15 ദിവസം കഴിഞ്ഞ് എൻ്റെ പാർട്ടിക്ക് 118 സീറ്റ് ഉണ്ട് എന്ന് തെളിയിച്ചാൽ മാത്രം മതി. അത് തെളിയിക്കാൻ പാർട്ടി ഇങ്ങോട്ട് ആൾക്കാർ MLA വരണമെന്നോ അങ്ങോട്ട് പോയി ചേരണമെന്നോ എന്നൊന്നുമില്ല. ഒരു വോട്ടെടുപ്പുണ്ട്. ആ വോട്ടെടുപ്പിൽ 118 പേര് വിജയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്താൽ മതി. 107 പേര് ഓൾറെഡി ഉണ്ട്. ബാക്കി വോട്ടും കൂടെ കണ്ടെത്തിയാൽ മാത്രം മതി വിജയ്ക്ക് ഈസിയായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനും സാധിക്കും. അങ്ങനൊരു ഇളവ് കൂടെ ജനാധിപത്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി വിജയ് എന്ന് പറയുന്ന നടനെ നമ്മൾ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതായത് വിജയുടെ സിനിമകൾ തമിഴ്നാട്ട് മക്കളുടെ ഉള്ളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രജനീകാന്തിന് ശേഷം തമിഴ്നാട്ടിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ നടനാണ് വിജയ് എന്ന് പറയുന്നത്. രജനീകാന്തിന് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് വിജയ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, വിജയ്ക്ക് അനുകൂലമായിട്ടുള്ള തമിഴ്നാട്ടിലെ ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരു വേട്ടാവളിയനായിരുന്നു സ്റ്റാലിൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ജനങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമായിരുന്നു. സോഷ്യൽ മീഡിയയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ സ്റ്റാലിൻ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി വീട്ടിൽ ഇരിക്കും എന്നൊക്കെയല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കും, കടക്കപ്പുറത്ത് എന്നൊക്കെയല്ലേ പറയുള്ളൂ. സ്റ്റാലിൻ ജനങ്ങളെ കൈവയ്ക്കും. അതായത് ആരെങ്കിലും സ്റ്റാലിൻ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കണ്ടാൽ അവൻ്റെ മുഖത്തടിക്കുക, അവൻ്റെ കൊണ്ട് ചെരുപ്പ് തുടപ്പിക്കുക, ചെരുപ്പ് ഊരിക്കുക, ചെരുപ്പിൻ്റെ ഷൂലേസ് കെട്ടിക്കുക. സ്റ്റാലിൻ മാത്രമല്ല, സ്റ്റാലിൻ്റെ എല്ലാ മന്ത്രിസഭയിലുള്ള ആൾക്കാരും ചെയ്യൂ എന്നുള്ളതാണ്. ഇത് ജെൻസി പിള്ളേർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പോരാത്തതിന് ഇഷ്ടം പോലെ, അതായത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സ്റ്റാലിൻ ഒരു സ്ത്രീ ഓടിക്കൊണ്ടുവന്ന് സ്റ്റാലിൻ്റെ കയ്യിൽ നിവേദനം കൊടുക്കുമ്പോൾ സ്റ്റാലിൻ അത് ചുരുട്ടി കൂട്ടി ദൂരെ കളയുന്ന വിഷ്വൽസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പോരാത്തതിന് സ്റ്റാലിൻ്റെ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷ്വൽസ് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, DMK-ക്കകത്ത് സ്റ്റാലിന് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്റ്റാലിൻ്റെ മോനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ, യുവമാരുടെ തന്തയായിരുന്നു കരുണാനിധി എന്ന് പറയുന്ന വ്യക്തി. കലൈஞർ കരുണാനിധി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കലൈஞർ കരുണാനിധിയുടെ മകനാണ് സ്റ്റാലിൻ. അത് കഴിഞ്ഞ് ഉദയനിധി സ്റ്റാലിൻ. അത് കഴിഞ്ഞ് ഇവൻ്റെ ഒരു മോൻ റെഡിയായി നിൽപ്പുണ്ട്. ഇവൻ്റെ മോനെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻ്റെ മോൻ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ എവിടെയൊക്കെയോ കിടന്ന് കറങ്ങുന്ന, വിദേശത്ത് എവിടെയൊക്കെ, അങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ട്. ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് സഹിച്ചില്ല. കാരണം ഇവൻ്റെ അച്ഛൻ, ഇവൻ്റെ മുത്തച്ഛൻ, പിന്നെ ഇപ്പോൾ ഇതാ ഇവൻ്റെ മോൻ, നമ്മളെന്താണ് അടിമകളാണോ ഇങ്ങനെ യവന്മാരെല്ലാം നമ്മളെ ഭരിക്കാൻ എന്നുള്ളൊരു തോട്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിലുണ്ട്. DMK-ക്കകത്ത് അതിഭീകരമായിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ ഞാൻ വരില്ല, എനിക്ക് സ്ഥാനമൊന്നും വേണ്ട, ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഖിൽ മാരാറെ പോലെ രണ്ടിൻ്റെ നിലപാട് മാറ്റി പറയും. അടുത്ത ദിവസം ഇവ അവിടെ മന്ത്രിസ്ഥാനത്തിരിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ഇത്തവണയും കൂടെ സ്റ്റാലിൻ വന്നാൽ ഉദയനിധി സ്റ്റാലിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുമെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്കും അറിയാം, DMK-ക്കകത്തും അറിയാം. പക്ഷേ DMK-ക്കകത്ത് ഇവർക്ക് വോയിസ് ഇല്ല, അതുകൊണ്ട് ഉയർത്താനായിട്ട് ശബ്ദമില്ല. അതുകൊണ്ട് ഇതെല്ലാം സഹിച്ച് അവരിയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് വിജയുടെ എൻട്രി എന്ന് പറയുന്നത്. പിന്നെ തമിഴ് സിനിമാ ലോകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് ജയൻറ്റ് പോലുള്ള വലിയ പ്രൊഡക്ഷൻ കമ്പനികളും മൂവി ഡിസ്ട്രിബ്യൂഷൻ ഹൗസൊക്കെ ഇവൻ്റെ കയ്യിലാണ്. ആ ഉദയനിധി സ്റ്റാലിൻ
സ്റ്റാലിൻ്റെ കയ്യിൽ. ഈ ഉദയനിധി സ്റ്റാലിൻ ഏതെങ്കിലും നല്ലൊരു സിനിമ ഇറങ്ങുന്നത് കണ്ടാൽ, അപ്പോൾ ഉദാഹരണം ലോകേഷ് കനകരാജിൻ്റെ വിക്രം, ആ വിക്രം എന്ന് പറഞ്ഞ പടം ഒരുത്തം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ആ സെറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ ഒരു യമണ്ടം പടം പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഈ പടം നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് പറയുകയാണെങ്കിൽ ആ പ്രൊഡ്യൂസറിനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ തട്ടി മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്ത പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് യവൻ പോയി ആ പടം വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇവൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അതൊക്കെ തെണ്ടിത്തരമാണ്. അപ്പോൾ ഇങ്ങനെ തമിഴകത്തിൻ്റെ സിനിമാ ലോകത്തിനകത്തും തമിഴ് ജനങ്ങൾക്കിടയിൽ യവന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ജനങ്ങളെന്ന് പറയുന്നത്. പിന്നെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ AIADMK പളനിസ്വാമിയും പനീർശെൽവവും രണ്ടിനെയും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജഗതിയെയും പപ്പുവിനെയും പോലെ ഇരിക്കും. മറ്റേ സിനിമ ഉണ്ടല്ലോ, രണ്ടും അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിയാണ്. ജയലളിത മരിച്ചു പോയല്ലോ, ജയലളിത അവിടെയില്ല. ആ പാർട്ടിയാണെങ്കിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടി. പിന്നെ നോക്കുകയാണെങ്കിൽ NDA അഥവാ BJP, അതാണെങ്കിൽ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പുറത്തും വോട്ട് ചെയ്യാൻ പറ്റൂല, ഇവൻ്റെ അട്രോസിറ്റി താങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ കാണാൻ അതാ വരുന്ന നമ്മുടെ അണ്ണം വിജയ് എല്ലാം കൂടെ ഓടി സ്റ്റാലിനോടുള്ള ദേഷ്യവും പിന്നെ വിജയുടെ ഒരു സ്റ്റാറും എല്ലാം കൂടെ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് വോട്ട് കുത്തി കയറ്റി കൊടുത്ത് വിജയ്ക്ക് എന്നുള്ളതാണ് അവിടെ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ വിജയുടെ വാഗ്ദാനങ്ങൾ, 7 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് വിജയ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ 7 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അതിലൂടെ ഞാനൊന്ന് കണ്ണോടിച്ചത്. കഴിഞ്ഞ ദിവസം ഈ വാഗ്ദാനങ്ങളിലൂടെ കണ്ണോടിച്ചപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു വാഗ്ദാനങ്ങളാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം അതൊരു കോളിളക്കം തന്നെ തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്ത്രീകൾക്ക് പ്രതിമാസ സഹായം വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതിപ്പുമിகு മകളിർ ടിപ്പം, ഈ പദ്ധതി പ്രകാരം ഗൃഹനാഥയ്ക്ക് എല്ലാ മാസവും 2500 രൂപ സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകും എന്നുള്ളതാണ്. സൗജന്യ ഗ്യാസ് സിലിണ്ടർ, ഇതാണ് $1 മില്യൺ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് 6 ഗ്യാസ് സിലിണ്ടർ ഒരു വീട്ടമ്മയ്ക്ക് നൽകും എന്നുള്ളതാണ് വിജയ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു വീട്ടമ്മയ്ക്ക് എന്നുള്ളതാണ്. കന്യാദൻ സഹായ് അണ്ണൻ സീർ ടിപ്പം, അതായത് ഈ പദ്ധതി പ്രകാരം പെൺമക്കളുടെ വിവാഹവേളയിൽ 8 ഗ്രാം സ്വർണവും ഒരു പട്ടുസാരിയും സമ്മാനമായി ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി 4 വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം, കാമരാജർ കൽവി ഉറുതി ടിപ്പം. ഈ പദ്ധതി പ്രകാരം 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവുകൾക്കായി പ്രതിവർഷം 15,000 രൂപ നമ്മുടെ അണ്ണൻ നൽകും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വെട്രിപ്പയനം ടിപ്പം എന്ന പദ്ധതി പ്രകാരം എല്ലാ സ്ത്രീകൾക്കും സർക്കാർ ബസ്സുകളിൽ യാത്ര പൂർണ്ണമായും സൗജന്യമായിരിക്കും എന്നുള്ളതാണ്. തൊഴിലില്ലായ്മ വേതനം, കർഷക കടം എഴുതിത്തള്ളൽ. പിന്നെ അണ്ണം പറഞ്ഞ വേറെ 2 കാര്യങ്ങളുണ്ട്. ബോധൈ പൊരുൾ തടൽ ചെയ്യൽ, അതായത് ബോധൈ പൊരുൾ തടൈ ചെയ്യും. ഈ തമിഴ്നാടെന്ന് പറയുന്നത് ഈ സ്റ്റാലിൻ സർക്കാർ അടക്കം കള്ളും കഞ്ചാവും കൊടുത്താണ് പിള്ളേരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതും പിള്ളേരെ വഴിതെറ്റിക്കുന്നതെന്നും വലിയ ആരോപണമുണ്ട്. നമ്മുടെ കേരളത്തിലുണ്ട്, ഈറ്റില്ലാണ് കേരളം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ MDMA ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് തടയണം, ഇത് തടൈ ചെയ്യണം. ഇത് തടൈ ചെയ്യാൻ എന്ത് ചെയ്യുമെന്ന് വിജയ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് തടൈ ചെയ്യും എന്നൊരു വാക്ക് വിജയ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ അണ്ണനാണല്ലോ, അണ്ണൻ സൊന്നതും ചെയ്യും സൊല്ലാതതും ചെയ്യും എന്ന് അണ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വലിയ ഫാക്ടറായി അവിടെ വന്നു. പിന്നെ വിജയുടെ പാർട്ടി ഒരു പ്രചരണം വേണ്ട, വിജയ് ഇറ്റ്സെൽഫ് ഈസ് എ മാർക്കറ്റിംഗ് ടൂൾ. അങ്ങനെ വിജയ് നിന്നുകൊണ്ട് ആ പാർട്ടി മുക്കിലും മുലിലും വിജയുടെ പാർട്ടിയാണെന്ന് TVക്ക് അറിയാം. ഇപ്പം ഞാൻ നാളെ ഒരു പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടോ തമിഴ്നാട്ടിലെ 8 കോടി ജനങ്ങളോടോ എനിക്ക് പറയാൻ പറ്റില്ല ഇതെൻ്റെ പാർട്ടിയാണെന്ന്. അത് ചിലപ്പോൾ വർഷങ്ങളെടുത്തായിരിക്കും ജനങ്ങൾ ചിലപ്പോൾ അറിയുന്നത്. പക്ഷേ വിജയ് എന്ന് പറയുന്ന എല്ലായിടത്തും റീച്ചുള്ളൊരു മനുഷ്യൻ ഒരു പാർട്ടി രൂപീകരിക്കുമ്പം അത് മുക്കിലും മൂലയിലും ആ സെക്കൻഡിൽ തന്നെ എത്തുകയും അതിൻ്റെ പ്രചാരണം വിജയ് മാത്രം മതി എന്നുള്ള കാര്യത്തിൽ എത്തുകയും ചെയ്തു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രകാശ് രാജ് അഴുക്കപ്പുല്ലും ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് നോക്കണം. ഈ മനസ്സിലിരിപ്പെന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര പാവപ്പെട്ടവരുടെ കൂടെ ഭയങ്കരമായിട്ട് നിൽക്കും, പാവപ്പെട്ടവരെ അങ്ങ് ദ്രോഹിക്കുകയാണ് സർക്കാർ എന്നൊക്കെ പറയും. എന്നിട്ട് ഇവൻ പറയുന്ന കാര്യം വിജയുടെ ഡ്രൈവർ, ആ ഡ്രൈവറുടെ മകനെ TVKയിൽ വിജയ് നിർത്തി വിജയിപ്പിച്ചെടുത്തു. ആ ഡ്രൈവറുടെ മകനെ വിജയ് വിജയിപ്പിച്ചെടുത്തു. അപ്പോൾ ഇവൻ പറയുകയാണ് ഒരു ഡ്രൈവറെ മോനെ പിടിച്ച് നിർത്തി വിജയ്, ഇവനൊക്കെ വല്ല അറിയാം എന്നുള്ള രീതിയിലാണ് പ്രകാശ് രാജ് സംസാരിക്കുന്നത്. ഇവൻ്റെയൊക്കെ മനസ്സിലെ വിഷം എത്രത്തോളമാണ് എന്ന് നോക്കിക്കൊള്ളണം. എന്തായിരുന്നാലും അണ്ണാമല തുടക്കം മുതൽ വിജയെ അണ്ണ എന്ന് വിളിച്ച് നടന്നത് വെറുതെയല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടെ കേരളത്തിലെ സുഡാപ്പി ചാനലുകളും കമ്മികളും സ്റ്റാലിൻ ഇറങ്ങിയതിൽ വളരെ വലിയ ദുഃഖത്തിലാണെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. പിന്നെ അവരൊരു തിയറി അടിച്ചിറക്കിയിട്ടുണ്ട്. അതായത് ഈ TVK നരേന്ദ്രമോദി വിഴുങ്ങും. സ്റ്റാലിനും ADMK ഒക്കെ വരുന്ന കാലത്ത് അവിടെ ദ്രാവിഡ കക്ഷികളായിരുന്നു അവരൊക്കെ, ദ്രാവിഡ മണ്ണായിരുന്നു അവരൊക്കെ. പക്ഷേ ഇപ്പോൾ TVK എന്ന് പറയുന്നത് ഒരു ഫാൻ ബേസ് ആയിട്ടുള്ള ഒരു ഇതല്ലേ, ഒരു പാർട്ടിയല്ലേ. അപ്പം മോദിക്ക് അത് വിഴുങ്ങാൻ ഭയങ്കര എളുപ്പമായിരിക്കും എന്നൊക്കെയാണ് ഉമാർ ഇവിടെ പറഞ്ഞു മനസ്സിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വിജയുടെ ഈ ഒരു
വിജയുടെ ഈ ഒരു വിജയമെന്ന് പറയുന്നത് MGRനോ ജയലളിതയ്ക്കോ പോലോ കിട്ടാത്ത വിജയമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വിജയ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഗോഡായിട്ട് വരും ഈ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിപ്പോൾ ഏത് ഫാക്ടറി എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. വിജയ് തമിഴ്നാട്ടിലെ ദൈവമായിട്ട് വരും. ഈ രജനീകാന്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇതുവരെ തമിഴ്നാട്ടിലെ ഈ സിനിമാ രംഗത്തെ ഏറ്റവും ടോപ്പിൽ നിന്നിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. വിജയ് അവിടെ വരെ എത്തി എന്ന് ഫാൻസും രജനീകാന്ത് ഫാൻസും തമ്മിൽ അടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വിജയ് എന്ന് പറയുന്നത് രജനീകാന്തിനേക്കാൾ, അത് രജനീകാന്തിന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യം വിജയ് ചെയ്തു എന്നുള്ളൊരു അതിഭീകരമായിട്ടുള്ളൊരു ഫേസ് വിജയ്ക്ക് വന്നിരിക്കുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് രജനീകാന്ത് ആയ കാലത്ത് ഇറങ്ങിയില്ലെങ്കിൽ രജനീകാന്തിനൊക്കെ അടിച്ച് കീഴാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങേർക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ആ പേടിയില്ലാതെ വിജയ് മുന്നോട്ട് വന്നു, അതിഭീകരമായി കുതിച്ചുയർന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമൊക്കെ വളരെ കറക്റ്റാണ്. ഇനി ഭരിക്കാനെത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും വിജയ് വെല്ലുവിളികൾ നേരിടുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ പ്രഡിക്ഷൻസ് ഒന്നും നമ്മൾ നടത്തുന്നില്ല. ചിലപ്പോൾ ഭരണത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും അറിയാം. കാരണം 5 കൊല്ലം ഭരിക്കാനുള്ളതാണ്. ആ ഭരണത്തിനിടയിൽ ഇനിയിപ്പോൾ ഒരു കാക്ക കറണ്ടടിച്ച് ചത്താൽ പോലും വിജയുടെ അടുത്തായിരിക്കും ആൾക്കാർ ചോദിക്കുന്നത്. അതും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാ രാഷ്ട്രീയത്തിലും സ്വാഭാവികമാണ്. പക്ഷേ വോട്ട് കുത്തുന്നത് വേറെ ബേസിസിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ശരി.